നമസ്കാരം. ഇന്നലെ പോയി കണ്ടടേ. ഫസ്റ്റ് ദിവസം തന്നെ ടിക്കറ്റ് മുക്കി ബുക്ക് ചെയ്ത് അടുത്തുള്ളൊരു തിയേറ്ററിൽ കിട്ടി. അപ്പോൾ ഇന്നലെ കണ്ട എമ്പുരാൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം എന്ന് വെച്ചു. ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു ഇത്രയും ഓവർ ഹൈപ്പ് കൊടുക്കല്ലേ എന്ന്. അവരുടെ സൈഡിൽ നിന്ന് പ്രൊമോഷനായിട്ട് ഇജാതി ഹൈപ്പായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. ഓക്കെ, പൃഥ്വിരാജ് എന്നത് ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. മോഹൻലാൽ എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിന്റെ പ്രൗഡാണ്. മുരളി ഗോപി ലൂസിഫർ പോലൊരു സിനിമ ഇറക്കി പ്രൂവ് ചെയ്തതാണ്. അതിന് മുമ്പും പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ലൂസിഫറിലൂടെ പുള്ളി നമ്മുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം പിടിച്ചായിരുന്നു. പക്ഷേ എനിക്ക് ഈ എമ്പുരാൻ അഥവാ ലൂസിഫർ 2 അങ്ങോട്ട് വർക്കായില്ല എന്ന് പറയാൻ 4 കാരണങ്ങൾ. അതിൽ 4ാമത്തേത് ആദ്യം പറയാം. ഞാൻ കണ്ട തിയേറ്റർ ഇതുപോലൊരു ബ്രഹ്മാണ്ഡ ചിത്രം അല്ലെങ്കിൽ ഇതുപോലൊരു പാൻ ഇന്ത്യൻ മൂവി ഭയങ്കര വൈഡ് ഓഡിയൻസിലോട്ട് എത്തിക്കുന്ന ഒരു മൂവിയാണല്ലോ എമ്പുരാൻ. സോ ഇതുപോലൊരു സിനിമ നമ്മൾ കാണണമെങ്കിൽ മിനിമം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തിയേറ്ററിൽ പോകണം. എൻ്റെ നിസ്സഹായ അവസ്ഥ കൊണ്ട് ബുക്ക് ചെയ്തതാണ്. മാവേലിക്കര പ്രതിഭ എന്ന് പറയുന്നത് ഡ്രീം ബിഗ് പ്രതിഭ എന്ന് പറയുന്ന തിയേറ്ററിലാണ് പോയത്. ഇതുപോലെ ഞാൻ ചെയ്തതിൽ ഏറ്റവും വലിയ മണ്ടത്തരം വേറെ ഇല്ലെന്ന് തന്നെ പറയാം. എന്തൊരു ഊള തിയേറ്റർ അത് എനിക്കറിയാൻ പാടില്ല ഗൈസ്. നമ്മളെല്ലാവരും പൈസ കൊടുത്താണ് സിനിമ കാണാൻ പോകുന്നത്. 150, 180, 200 അതിൻ്റെ മുകളിലോട്ട് അങ്ങനെ പല റേറ്റിലുള്ള സ്കീമാണല്ലോ പല തിയേറ്ററിലും ഉള്ളത്. AC ഇല്ല, ഫാൻ ഇല്ല, എടാ അത്യാവശ്യത്തിന് സൗണ്ട് ഇല്ല. എന്തിനാ തിയേറ്റർ തുറന്ന് വെച്ചേക്കുന്നത് അവർക്ക് തന്നെ അറിയത്തില്ല. ആള് വരുന്നുണ്ട്, കാരണം ഹൈപ്പ് ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ മൂവി ഫസ്റ്റ് ഡേ തന്നെ കാണണം എന്നുള്ളതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. അവിടുന്ന് ഇവിടുന്നൊക്കെ വന്ന സീറ്റ് ഫുള്ളാണ്. 100 സീറ്റ് ഉണ്ടെങ്കിൽ 100 സീറ്റും ഫുള്ളാണ്. പക്ഷേ 10 പൈസക്ക് ഗുണമില്ലാത്തൊരു തിയേറ്റർ. എടാ ഏതോ ഒരുത്തൻ കിടന്ന് പറയുന്നുണ്ട് $500 കേട്ടോ, ചൂടെടുത്ത് പണ്ടാരം അടങ്ങുക, ക്ലൈമാക്സ് വരെ ചൂടെടുത്ത് പണ്ടാരം അടങ്ങുക ഏതോ ഒരുത്തൻ പറയുന്നുണ്ട്. അപ്പോൾ തിയേറ്ററിന്റെ ഉടമയാണോ ആരാണോ വന്നതെന്ന് അറിയത്തില്ല. ഒരുത്തരെ വന്ന് നോക്കി പേടിപ്പിക്കും. നീ ആണോ ഫാൻ ഇടാൻ പറഞ്ഞത്, നീ ആണോ AC ഇടാൻ പറഞ്ഞത് എന്നുള്ള മൈൻഡ് സെറ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ നാട്ടിലെ തിയേറ്റർ എങ്ങനെ എനിക്കറിയത്തില്ല. എല്ലാ നാട്ടിലും ഇതുപോലെ ഒരു പഴഞ്ചൻ ചടാക്ക് തിയേറ്റർ കാണും. എന്തിനോ എന്നറിയില്ല, സിനിമ വരുന്നത് കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന തിയേറ്റർ കാണും. ഞങ്ങളുടെ മാവേലിക്കരയിൽ 2 തിയേറ്റേഴ്സ് ഉള്ളത്. ഒന്ന് സന്തോഷ് സാന്ദ്ര വള്ളക്കാൽ തിയേറ്റർ, പിന്നെ ഈ പറഞ്ഞ ഡ്രീം ബിഗ് പ്രതിഭ. ഇതിടയ്ക്കൊന്ന് പൂട്ടി പോയിട്ട് വീണ്ടും തുറന്നാ. പക്ഷെ എനിക്കറിയാൻ പാടില്ല എന്തിനാ ഈ തിയേറ്റർ തുറന്ന് വെച്ചേക്കുന്നതെന്ന്. നമുക്ക് ആ സിനിമ കാണാനുള്ള മൂഡ് പോയി. അതിനെക്കാട്ടി ബെറ്റർ വീട്ടിൽ ഹോം തിയേറ്റർ സെറ്റ് ചെയ്താൽ സുഖമായിട്ട് TV കാണാം എന്ന് തോന്നിപ്പോയി. അതാകുമ്പോൾ ഫാനെങ്കിലും ഇട്ടിരുന്ന് കാണാം. ഇത് ചൂടത്തിരുന്ന് ഒഴുകുക. ഇനിയും പഠിച്ചു. ടിക്കറ്റ് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, എനിക്ക് ഫസ്റ്റ് ഡേ കാണണം എന്നുള്ളത് കൊണ്ട് അത് ഞാൻ വീട്ടുകാരെയും കൊണ്ടാണ് പോയത്. ഞാൻ 7-8 പേരെയും കൊണ്ടാണ് തിയേറ്ററിൽ പോയത്. ഫസ്റ്റ് ഡേ ഈ ഹൈപ്പും കാരണം അതിൻ്റെ എനിക്ക് വേറെ കിട്ടി. അത് ഞാൻ അടുത്ത പറയാം. ഇനി മെയിൻ 1ാമത്തെ കാര്യം, ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ. അത് ഒരു കാരണം പല സ്ഥലത്തായിട്ട് വേണമെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാം. മേക്കിംഗ് വൈസ് ഈ സിനിമ പൊളിച്ചടുക്കി. അത് ഒരു ഡയറക്ടർക്കും ക്ലെയിം ചെയ്യാൻ പറ്റുന്നതിനുപരിയായിട്ട് പുള്ളി അത് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മലയാളം സിനിമയാണെന്ന് തോന്നാത്ത വിധത്തിലുള്ള മേക്കിങ്ങും ഡയറക്ഷനുമാണ് സിനിമയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അത് നമുക്ക് കാണാം. സിനിമ തുടങ്ങുന്നത് ഒരു ലാഗി ഫോർമാറ്റിലാണ്. സിനിമയുടെ ഒരു കുറച്ച് ഭാഗം വരെയും ഒരു ഹിന്ദി ആ ഒരു സ്ഥലത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ് പോകുന്നത്. അത് ഓക്കെ, അത് കുറച്ച് ഇമോഷണൽ സംഭവമായിട്ട് നമുക്കിങ്ങനെ കണക്റ്റായി വരും. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ മലയാളം ഭാഷയിലോട്ട് പോകും. അതുകൊണ്ടാണല്ലോ പാൻ ഇന്ത്യൻ, കുറെ ഹിന്ദി, കുറെ ഇംഗ്ലീഷ്, കുറെ മലയാളം, അങ്ങനെ മിക്സ് ആയിട്ടാണ് ഈ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു കഥ പറയുന്ന ഒരു സ്റ്റേജാണ്. ലൂസിഫർ സിനിമ നമ്മൾ കണ്ടല്ലോ, അതിന്റെ ഒരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റോറി ടെല്ലിംഗ് വെർഷൻ പോലെയാണ് എമ്പുരാൻ വരുന്നത്. ഈ കഥ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് ഇന്റർവെൽ ആക്കാൻ വേണ്ടി ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ ലാഗി പോലെ എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് എന്താണെന്ന് എനിക്കറിയത്തില്ല, കമന്റ് ചെയ്തോളൂ. ഇന്റർവെല് വരെ ആ ഒരു ഹിന്ദി നറേഷൻ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഇന്റർവെൽ എത്തിക്കാൻ വേണ്ടി ചെറിയൊരു ലാഗ് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ സെക്കൻഡ് ഹാഫ് വരുമ്പോൾ പടം കുറച്ച് ട്വിസ്റ്റ് ചെയ്ത്, കുറച്ച് ബൂസ്റ്റ് ചെയ്ത്, കുറച്ച് കളറൊക്കെ കൊടുത്ത് നല്ല ജില്ലായിട്ട് സെക്കൻഡ് ഹാഫ് ഇങ്ങനെ പോകുന്നുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ മഞ്ജു വാര്യറുടെ ഒരു സീനുണ്ട്. രോമാഞ്ചിഫിക്കേഷൻ സാധനമാണ്. അത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അതായത് മലയാളം അറിയാവുന്നവർ ഒരുത്തരുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെടും. അതൊരു സാധനം. പണ്ട് ലൂസിഫറിനകത്ത് ജതിൻ രാമദാസ് വന്ന് മാസ് ഡയലോഗ് പറഞ്ഞ ഒരു സാധനമല്ലേ, മുണ്ടുടുക്കാനോ അറിയാൻ വേണ്ടി വന്നാൽ എൻ്റെ തെറി പറയാനോ, അതുപോലൊരു സാധനമാണ്. അതിൻ്റെ എക്സ്ട്രീം വെർഷൻ മഞ്ജു വാര്യറുടെ ഒരു പെർഫോമൻസ് ഉണ്ട്. കിട്ടുന്ന സാധനമായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്റർവെൽ കഴിയുമ്പോൾ വേറൊരു ഇതിനകത്ത് എനിക്ക് 2 കോമഡീസ് ശരിക്കും വർക്കായതല്ല, 2 കോമഡീസ് ആയിട്ടാണ് ഉള്ളത്. അത് 2 വർക്കായിട്ടുണ്ട്. കോമഡി ആയിട്ടാണോ അവർ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ 2 കോമഡീസ് എനിക്ക് മനസ്സിലായി. ഒന്ന് സുരാജിന്റെ ഒരു സീനുണ്ട്. സുരാജിന്റെ ഒരു ടിപ്പിക്കൽ പെർഫോമൻസ് ഒരു സാധനം ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു, അൺഎക്സ്പെക്ടഡ് ആയിരുന്നു ആ സാധനം. 2ാമത്തേത് ഗോവർദ്ധനെ നാട് കാണിക്കുന്ന ഒരു സീനുണ്ട്. എന്റെ പൊന്നുമോനെ വിറ്റെന്നൊക്കെ പറഞ്ഞ തിയേറ്ററിൽ ഇരുന്ന് ചിരിച്ച് ചത്ത്. ഗോവർദ്ധന് ഒന്ന് ലൂസിഫറിനെ കാണിക്കാൻ കൊണ്ടുവന്നൊരു സീനുണ്ട്. ഒന്നും ഞാൻ പറയത്തില്ല, സ്പോയിലറാണ്. നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്താൽ മതി. അടിപൊളിയാണ്. നാട് കാണിച്ച് ഗോവർദ്ധൻ പോയിട്ട് ഗോവർദ്ധൻ ഒരു നെല്ലിക്ക ജ്യൂസ് കൊടുക്കുന്ന ഒരു സീനുണ്ട്. ജാതി സാധനം. അത് പൊളി. 2ാമത്തെ കാര്യം,
ഇതിനകത്ത് അങ്ങനെ ലാലേട്ടനെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ലടേ. ഞാൻ വിചാരിച്ച് ഈ ഹൈപ്പൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് ലാലേട്ടൻ്റെ കിടിലൻ പെർഫോമൻസ് കാണും, മാസ് കാണും, മസാല കാണും. എവിടെ? ആകെ എനിക്ക് തോന്നുന്നു 10 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ് മാക്സിമം അത്ര വന്ന് കാണും. അതിൻ്റെ അപ്പുറത്തൊന്നും മോഹൻലാലിനെ നമുക്ക് ആ സിനിമയിലൊന്നും കാണാൻ പറ്റില്ല. ഇൻ്റർവെൽ ആകുന്നതിന് തൊട്ട് മുമ്പ് വരെയാ വന്നത്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോവുകയും ചെയ്യും. കൂടുതലും സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഭാഗമായിരിക്കാം. പക്ഷെ ഈ ഹൈപ്പും ഇത്രയും ഇൻ്റർവ്യൂ ഒക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ച് നമ്മൾ മറ്റേ ലാലേട്ടൻ ബാക്ക് പഴയ പോലത്തെ പെർഫോമൻസ് ഒക്കെ കിട്ടും. പിന്നെ എനിക്ക് അത്ര അങ്ങോട്ട് എബ്രഹാം ഖുറൈഷി അങ്ങോട്ട് വർക്കായില്ല. ആ സ്റ്റീഫൻ നെടുമ്പള്ളി ആയിട്ട് മോഹൻലാൽ കിടിലനായിരുന്നു. ഈ പ്രാവശ്യവും സ്റ്റീഫൻ നെടുമ്പള്ളി ആയിട്ട് കുറച്ച് സീനൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ ഫൈറ്റ് സീനൊക്കെ ഉണ്ടായിരുന്നു കേരളത്തിൽ വെച്ച്. അത് പൊളിച്ചടുക്കിയിട്ടുണ്ട്, നല്ല രസമുണ്ട്. ആ കാർത്ത ഷർട്ടും നമ്മൾ ട്രെയിലറിൽ കാണുന്ന ആ സാധനമൊക്കെ നല്ല പൊളിയായിരുന്നു. പക്ഷെ എബ്രഹാം ഖുറൈഷി ആയിട്ട് ഉള്ള സീൻസ് ചിലത് അങ്ങോട്ട് ഒരു എന്തോ ഒരു മിസ്സിങ് പോലെ എനിക്ക് തോന്നി. അതെനിക്ക് അറിയത്തില്ല കറക്റ്റായിട്ട് പറഞ്ഞുതരാം. പക്ഷേ ആസ് എ വ്യൂവർ നിലയിൽ എവിടെയും ഒരു മിസ്സിങ്. മൂന്നാമത്തെ കാര്യം, ഇതിൻ്റെ മ്യൂസിക് അടിപൊളിയാണ്, സെറ്റാണ്. പക്ഷേ കുറച്ചുകൂടെ മ്യൂസിക്കിൽ എന്തൊക്കെയോ ആഡ് ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്ന പോലെ. ലൈക്ക് അതും ഹൈപ്പിൻ്റെ തന്നെയാണ് ഗൈസ്. ഒത്തിരി ഹൈപ്പ് ഇട്ടാ പോയ എന്തിനാ ഈ തലേ ദിവസം മറ്റേ ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത് ലൂസിഫർ കണ്ടിട്ട് തന്നെ നിങ്ങൾ പോകും, ലൂസിഫർ കണ്ടിട്ടേ വരാവൂ. എന്ത് ലൂസിഫറായിട്ട് ഒരു ബന്ധമില്ല ഇതിന്. എവിടേക്കോ ചെറിയ ചെറിയ കണക്ഷൻ ഉള്ളതല്ലാതെ വേറെ ഒരു ബന്ധമില്ല. എനിക്കറിയത്തില്ല. അയ്യോ, നമ്മൾ വിചാരിക്കാത്ത ആൾക്കാർ തുടക്കത്തിലെ നമുക്ക് വില്ലൻ ആരാന്ന് മനസ്സിലാവും. ഐ മീൻ ഒറിജിനൽ വില്ലൻ അല്ല, കഥയിലുള്ള വില്ലൻ ആരാന്ന് മനസ്സിലാവും. ആ വില്ലൻ എന്ത് സംഭവിക്കുന്നു നമുക്ക് മനസ്സിലാവും. ഓക്കെ, എനിവേ എല്ലാ സിനിമയിലുള്ള പോലെ നമ്മുടെ അണ്ണൻ ആന്റണി പെരുമ്പാവൂർ ഈ സിനിമയിലുണ്ടായിരുന്നു. അതും എന്തിനാ കൊണ്ടുവച്ചത് എനിക്കറിയത്തില്ല. അതൊരു ഹിന്ദിക്കാരനാണ് ഗൈസ്. അണ്ണന്റെ ലുക്ക് കിടിലം, പൊളി. ഈ ഗോവർദ്ധനെ കറക്കാൻ കൊണ്ടുവന്ന അങ്ങനെ പറയാം. മ്യൂസിക് കുറച്ചുകൂടെ അടിപൊളിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു ഇമ്പാക്ട് കിട്ടിയായിരുന്നേനെ എനിക്ക് തോന്നുന്നു. പക്ഷെ ഉള്ള മ്യൂസിക് ഒക്കെ അടിപൊളിയായിരുന്നു. ആ എമ്പുരാന്റെ സോങ്ങും പൃഥ്വിരാജിന്റെ മോള് പാടുന്ന ഒരു പോർഷൻ ഉണ്ട്, പൃഥ്വിരാജിന്റെ മോളെ പാടുന്നതെന്ന് കേട്ടു. ആ പോർഷനിൽ എമ്പുരാനെ എന്ന് പറഞ്ഞ പാട്ട് ഭയങ്കര ഫീലായിരുന്നു. നല്ല രസമുള്ള ഒരു മോഡുലേഷനിൽ കൂടെ ആ സൗണ്ട്, ആ പാട്ട് പോയത് അത് അടിപൊളിയായിരുന്നു. അതെനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബാക്കിയൊക്കെ ആ മറ്റേ അങ്ങനെ അലച്ചു പാടുന്ന അതും പൊളിയായിരുന്നു. അത് തിയേറ്റർ എക്സ്പീരിയൻസ് നൈസായിരുന്നു. പിന്നെ മേക്കിങ്ങിൽ എടുത്തു പറയേണ്ടത് രാജ്യങ്ങൾ മൊത്തം, അതായത് പെട്ടെന്ന് ഒരാൾക്ക് കാണുമ്പോൾ നമുക്ക് അവിടെ ഇരുന്ന UK പോവാം, ഐ മീൻ ലണ്ടൻ പോവാം, അമേരിക്ക പോവാം, കാനഡ പോവാം, ടർക്കി പോവാം, റഷ്യ പോവാം, ഉക്രൈൻ പോവാം, ഇറാൻ പോവാം. ഇങ്ങനെ രാജ്യങ്ങളെല്ലാം നമ്മളിങ്ങനെ പറന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. പൊട്ട അതായത് ഓരോ മിനിറ്റുകൾക്കുള്ളിൽ ഓരോ രാജ്യങ്ങളിലെ വിഷ്വൽസാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വിഷ്വൽ ട്രീറ്റ് ആണ്. ആ രാജ്യത്തെ നല്ല കിടിലമായിട്ട് ഷൂട്ട് ചെയ്ത് പ്രസൻറ്റ് ചെയ്ത് ഈ സ്റ്റോറിയിലൂടെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അത് നല്ല അടിപൊളിയായിരുന്നു. ആ സ്ഥലത്തൊക്കെ പോയി ഷൂട്ട് ചെയ്ത് ഇത്രയും എഫോർട്ടൊക്കെ ഇട്ട് ഹെലികോപ്റ്റർ സീനൊക്കെ ഉണ്ട് മോനെ, അതൊക്കെ പൊളി സാധനമാണ്. ഞാൻ പറഞ്ഞില്ല, മേക്കിംഗ് വൈസ് 10 out of 9 കൊടുക്കാം. ആ 9 പറയാൻ കാരണം ലാസ്റ്റിൽ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, അത് അങ്ങോട്ട് വർക്കായില്ല. അത് ചെറിയൊരു ആർട്ടിഫിഷ്യാലിറ്റി എനിക്ക് പേഴ്സണലി തോന്നി. ഈ കത്തിക്കുത്തൊക്കെ ജസ്റ്റ് ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കത്തിക്കുത്തൊന്നും അത്ര ഒറിജിനാലിറ്റി ഇല്ലാത്ത പോലെ നമുക്ക് തോന്നും. അതെനിക്കറിയത്തില്ല, എൻ്റെ മാത്രം ഇതാണോ നിങ്ങൾക്കുണ്ടോ എന്നും ഒന്ന് പറയണം. ലാസ്റ്റിലത്തെ ആ കത്തിക്കുത്തും വെടിവെപ്പും ഒക്കെ ചെറിയ ഫൈറ്റ് സീനിൽ ചെറിയൊരു മിസ്മാച്ചിങ് ഉള്ള പോലെ തോന്നി ലാസ്റ്റ് സീനിൽ ഒന്ന് ഓർത്ത് നോക്കി. മേക്കിംഗ് വൈസ് പൊള്ളിയാണ്. ഞാൻ പറഞ്ഞല്ലോ, മേക്കിംഗ് വൈസ് അടിപൊളിയാണ്. നമ്മൾ ഇതുവരെ മലയാള സിനിമയിൽ കാണാത്ത രീതിയിലുള്ള മേക്കിംഗ് നമുക്ക് എമ്പുരാനിൽ കാണാം. അതിപ്പം എഡിറ്റിംഗ് വൈസ് ആയിക്കോട്ടെ, സ്റ്റോറി നറേഷൻ വൈസ് ആയിക്കോട്ടെ, ഡയറക്ഷൻ വൈസ് ആയിക്കോട്ടെ, എടുത്തു വെച്ചിരിക്കുന്ന ക്യാമറാമാൻ മോനെ കിടിലാണ്. ഡ്രോൺ ഷോട്ടൊക്കെ പൊള്ളി. പല സ്ഥലത്തെയും ക്യാമറ ആംഗിൾസ് ഒക്കെ നമ്മൾ കണ്ടിട്ടില്ല. ഹോളിവുഡ് സിനിമ മാത്രം കണ്ടിട്ട് വരുന്ന കുറെ സാധനങ്ങൾ നമ്മൾ മലയാള സിനിമയിൽ കൊണ്ട് അവിടെ എടുത്തു വെച്ചേക്കുന്നു. ആസ് എ മലയാളം ഓഡിയൻസ് നമുക്കതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ 8 പേരെയും കൊണ്ടാണ് പോയത്, കുഞ്ഞുൾപ്പെടെ 8 പേരായിട്ടാണ് പോയത്. എൻ്റെ അനീത്തി എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു തുടക്കത്തിൽ, സിനിമ മാറിപ്പോയി ഇത് തന്നെയാണോ? കാരണം നമുക്ക് തുടക്കത്തിൽ ഒരു ബന്ധമില്ലാത്ത ഒരു സ്റ്റോറിയാണ് പറഞ്ഞു വരുന്നത്. അതും ഹിന്ദിയും കൂടെ ആയതുകൊണ്ട് അത്ര അങ്ങോട്ട് എല്ലാവർക്കും കണക്റ്റ് ആവണമെന്നില്ല. അറിയാലോ, ഹിന്ദി നമ്മൾ മലയാള സിനിമ കാണാൻ പോയിട്ട് അതിൽ കൂടുതലും 20 മിനിറ്റ് 25 മിനിറ്റും അല്ലെങ്കിൽ അരമണിക്കൂറും ഹിന്ദി ആണെങ്കിൽ പിന്നെ ആ വില്ലൻ എന്തിനാണ് ഇത്രയും ഹൈപ്പ് കൊടുത്ത്? എനിക്ക് വില്ലനെ വർക്കാവാഞ്ഞിട്ടാണോ, വില്ലനെ അറിയാഞ്ഞിട്ടാണോ? വില്ലൻ ഒരു നല്ല വില്ലനാ, ഓക്കെ, വില്ലൻ നല്ല രസമുള്ള നല്ല സൗന്ദര്യമുള്ള നല്ല വർക്കത്തുള്ള വില്ലനാണ്. പക്ഷേ വില്ലനെ ഒരുമാതിരി വിളിച്ചു വരുത്തിയിട്ട് അല്ലേ വേണ്ട, നീ അടുത്ത സിനിമയിലോ അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ വാ എന്ന് പറയുന്ന പോലെ വില്ലൻ വന്നിട്ട് പെട്ടെന്ന് അങ്ങ് പോയി. എന്തിനായിരുന്നു വില്ലന് വേണ്ടി ഹൈപ്പ് കൊടുത്തതെന്നും എനിക്കറിയത്തില്ല. ഇറ്റ്സ് കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് ആയിരിക്കാം. വില്ലൻ വരുമായിരിക്കും ഇവിടെ അടുത്തതിനകത്ത്. നല്ല വില്ലൻ, നല്ല രസമുള്ള, നമ്മൾ എവിടെയൊക്കെയോ കണ്ട വില്ലൻ, അത് ഞാൻ പറയുന്നില്ല, നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും.
ലാസ്റ്റിൽ 2 ക്യാമിയോ പോലെ 2 പേരെ കാണിച്ചു. അതിൽ മാസ്ക് മാറ്റി നമ്മൾ ട്രെയിലർ കണ്ട പുള്ളി ഓക്കെ വേറൊരാളെയും കൂടെ കാണിച്ചു. അതും എനിക്ക് അങ്ങോട്ട് കത്തിയില്ല. ആരാന്ന് അത് നിങ്ങൾക്ക് എല്ലാം കത്തിയാ പറയാൻ നിൽക്കണ്ട. അത് ലൈക്ക് ബ്ലറായിട്ട് ഹാഫ് ഫേസ് മാത്രമായിട്ട് ഒരാളെയും കൂടെ കാണിച്ചു. എന്നിട്ട് വാടാ എന്ന് പറയുന്ന സാധനമുണ്ട്. അത് ലൂസിഫർ 3ക്ക് വേണ്ടിയുള്ളതാ, L3ക്ക് വേണ്ടിയുള്ളതാ. ലൈക്ക് അത് ഒരു രസമുണ്ട്, പക്ഷെ അത് ആരാന്നും അങ്ങോട്ട് കത്തിയില്ല ശരിക്കും. അത് ഈ പറഞ്ഞ തിയേറ്ററിന്റെ ഗുണം കൊണ്ടായിരിക്കും അതും അങ്ങോട്ട് കത്തിയില്ല. ഒറ്റ കാര്യം പറയാം, ഇനിയും കാണാൻ പോകുന്നവരോട്, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഇനിയും കാണാൻ പോകുന്നവരോട് ഒരു ഹൈപ്പും വേണ്ട, സാധാ പടം അത്രേ ഉള്ളൂ. പൃഥ്വിരാജ് എനിക്ക് തോന്നുന്നു പറഞ്ഞ സത്യമാണെന്ന് തോന്നി. ഈ ആൾക്കാർ മീഡിയ എല്ലാം കൂടെ കുത്തിക്കയറ്റി വലിയ പടമാക്കി. ഇതൊരു ചെറിയ പടമാണ്, മേക്കിംഗ് വൈസ് അല്ല, സ്റ്റോറി വൈസ് ഇതൊരു ചെറിയ പടമാണ്. അന്ന് പറഞ്ഞ പോലെ ഇത് ഭയങ്കര ഹിറ്റ് ആവുകയാണെങ്കിൽ മറ്റേ ലൂസിഫർ 3 വലിയ പടം ആയിട്ട് എടുക്കാം എന്ന് പറയുന്ന പോലെ ഇതൊരു ചെറിയ പടം തന്നെയാണ് സ്റ്റോറി വൈസ്. മേക്കിംഗ് വൈസ് മാത്രം നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് തരുന്നൊരു മൂവിയാണ്. നല്ല തിയേറ്ററിൽ പോയാൽ, ഇതുപോലത്തെ പ്രതിഭ പോലത്തെ തിയേറ്ററിലൊന്നും പോയി വെറുതെ കാശ് കളയരുത്. കാശും പോവും, സമയം പോവും, ഒരു കുന്തവും കിട്ടത്തില്ല, നമുക്ക് ആ എക്സ്പീരിയൻസ് കിട്ടത്തില്ല. കാരണം ഒറ്റ ടൈമൊക്കെ കാണുമ്പോഴേ ഇതിനകത്ത് പല സീൻസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ടാമത് കാണുമ്പോൾ അത് അത്ര വർക്കൗട്ട് ആവണമെന്നില്ല. അപ്പോൾ എനിവേ കണ്ടിട്ടില്ലാത്തവർ കാണാം. 1 ടൈം വാച്ചബിൾ ആയിട്ട് കൺസിഡർ ചെയ്യാവുന്ന ഒരു സിനിമയാണെന്ന് ഞാൻ പറയൂ, എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. പ്രത്യേകിച്ച് വീട്ടുകാരെ കൊണ്ട് പോകുമ്പോൾ അവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായില്ല. അവർ പറയുന്നത് ലൂസിഫർ തന്നെയാണ് നല്ലതെന്നാണ്. എനിവേ ഡയറക്ടർ പൃഥ്വിരാജ് കിടുവായിരുന്നു, പൊളിയായിരുന്നു ആ കാര്യത്തിൽ. ക്യാമറ ആൻഡ് നിങ്ങളുടെ ടെക്നിക്കൽ ടീം എല്ലാം ഹാറ്റ്സ് ഓഫ് ടു യു. ആൻഡ് ലാലേട്ടനെ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് കാണിക്കായിരുന്നു. ലൂസിഫർ 3യിലെങ്കിലും കുറച്ചൊക്കെ കൂടുതൽ കൊണ്ടുവന്നാൽ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടും. നമുക്ക് അങ്ങനത്തെ ലാലേട്ടനല്ലേ വേണ്ടേ, ക്യാമിയോ പോലെ കൊണ്ടുവന്നിട്ട് കാര്യമില്ലല്ലോ, അതൊരു സുഖമില്ല. ബാക്കിയൊക്കെ നിങ്ങൾ പറ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ ശരിയാടെ, ഞാൻ ഒത്തിരി പറഞ്ഞല്ലേ, എനിക്ക് പൊങ്കാല വരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ എനിക്ക് വീഡിയോ ഇടാനുള്ള ഇന്ധനം കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഇടും. ശരി, ബൈ. എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയത്, ഇതിനകത്ത് പല പാർട്ടികളെ പറ്റി പല സംഭവങ്ങളും പറയുന്നുണ്ട്. അതിപ്പം ചില പാർട്ടിയെ പൊക്കുന്നുണ്ട്, ചില പാർട്ടിയെ താക്കുന്നുണ്ട്, അതേ പാർട്ടിയെ പൊക്കുന്നുണ്ട്, അതേ പാർട്ടിയെ താക്കുന്നുണ്ട്. ലൈക്ക് എല്ലാം മിക്സ്ഡ് ആയിട്ട് അവിടെ എവിടെയും തട്ടി പോകുന്നൊരു സംഭവമാണ്. അതിനെ പേഴ്സണലാക്കി എടുത്ത് ഇപ്പം കണ്ട് എന്തോ ഇങ്ങനെ അതിനെ അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു തേങ്ങയില്ല. 2 പേരെയും അല്ലെങ്കിൽ 3 പേരെയും ഒരുപോലെ കൊള്ളിച്ച് കൊണ്ടുപോകുന്നൊരു മൂവിയായിട്ട് തന്നെ ഇത് തോന്നി. പിന്നെ ഈ പറഞ്ഞ തീവ്രവാദി സംഘടന അത് ഇത് മൂവിയായിട്ട് തന്നെ കാണാൻ പഠിക്കും. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അത് എന്തിനാ ഈ ആവശ്യമില്ല, നിങ്ങൾക്ക് കൊള്ളാൻ പോകുന്നേ. വാട്ട് സിനിമ മൂവിയായിട്ട് കാണടാ, സിനിമയായിട്ട് കാണ്, എന്നാലല്ലേ ഒരു രസമുള്ളൂ.